ഇറാൻ്റെ ഭീഷണി ഫലം കണ്ടു. ചെങ്കടലിൽ സൗദി അറേബ്യ ഒറ്റപ്പെട്ടു. ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ആന്തരികമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ലോകത്തൊരു രാജ്യത്തിനും വിശദീകരിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുകയാണ്. എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇറാൻ പ്രയോഗിക്കുന്നത് എന്ന് അമേരിക്കക്കോ ഇസ്രായേലിനോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരുടെ എല്ലാ രഹസ്യമായിരിക്കുന്ന സംവിധാനവും 24 മണിക്കൂർ നിരീക്ഷിച്ചിട്ടും അവരുടെ ചാരന്മാർ 24 മണിക്കൂർ പഠനം നടത്തിയിട്ടും മനസ്സിലാകാത്ത വിവരങ്ങളാണ് ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് 2 ദിവസം മുമ്പാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ഹൂത്തികൾ ഉണ്ടാക്കിയ സമയത്ത് ഇറാനെയും ചെങ്കടലിനെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ മൾട്ടിനാഷണൽ ഡിഫൻസ് കലീഷൻ എന്ന് പറയുന്നിട്ട് ഒരു സംഘം രൂപീകരിച്ചു. 14 രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത്. ഈ 14 രാജ്യവും രൂപീകരിച്ച് പുറത്ത് വന്നതോട് കൂടിയിട്ട് ഇറാൻ അവരുടെ നിലപാട് പറഞ്ഞു. ഞങ്ങൾക്കെതിരെ, അതായത് ഹൂത്തികൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നതാണ്. അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ ഉത്തരവാദിയല്ല. ചെങ്കടൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഹോർമുസ് കടലും. അതിലിടപെടാൻ ഞങ്ങൾ ആരെയും അനുവദിക്കുകയില്ല. ഇത് പറഞ്ഞതോട് കൂടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം സൈനികപരമായിരിക്കുന്ന ശക്തി ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നു. അങ്ങനൊരു സംഘമുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് മുന്നേറാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധി സൗദി അറേബ്യക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെങ്കടൽ, ബാബുൽ മന്ദബ്, ഗൾഫ് ഓഫ് ഏതൻ, ഇറാൻ്റെ കൈവശത്തുള്ള ഹോർമുസ്, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിൻ്റെ ആകമാനമുള്ള സാമ്പത്തിക സ്രോതസ്സിൻ്റെ 30 മുതൽ 40% നിയന്ത്രിക്കുന്ന മേഖലയുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ മേഖല ഇറാൻ്റെ കൈവശത്തിലാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ലോകത്തെ നിയന്ത്രിക്കാൻ ഈ ചരടിൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ, നമ്മളിപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കയറിൽ കെട്ടിങ്ങനെ കൊണ്ടുനടക്കുന്ന, ആടിനെയൊക്കെ തെളിച്ച് കൊണ്ടുനടക്കുന്ന പ്രവൃത്തി ഉണ്ടാവില്ല. ഈ കയറാണ് ആടിനെ നിയന്ത്രിക്കുന്നത്. ഒരു പോത്തിനാണ് കൊണ്ടു നടക്കുന്നത്, പോത്തിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കയറാണ്. സമാനമായ രീതിയിൽ ലോകത്ത് നിയന്ത്രിക്കുന്നത് ഈ കടലിടുക്കാണ് എന്നുള്ളത് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കാം. തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത്, സുഡാൻ, ജിബൂട്ടി, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ, സോമാലിയ, ബംഗ്ലാദേശ്, സൗദിയുടെ നേതൃത്വത്തിലുള്ള 14 രാജ്യങ്ങൾ അവരാണ് ഏകോപിപ്പിച്ചത്. 51 രാജ്യങ്ങളെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി സൗദി അറേബ്യ റിയാദിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടില്ല, മൊത്തത്തിലുണ്ടാകുന്ന വിഷയങ്ങൾ, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയം, ഇപ്പോഴത്തെ നിലനിൽക്കുന്ന 2 കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട ചെങ്കടലാണെങ്കിലും ഈ ഹോർമുസ് കടലാണെങ്കിലും അതിൻ്റെ വിഷയങ്ങൾ, മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര മീറ്റിംഗാണ് വിളിച്ചത്. 51 രാജ്യങ്ങളെ ക്ഷണിച്ചു. 43 രാജ്യങ്ങൾ പങ്കെടുത്തു. 14 രാജ്യങ്ങൾ ഒപ്പിട്ടു. മറ്റുള്ള രാജ്യങ്ങൾ ഒപ്പിടുന്നതിൽ നിന്ന് മാറി നിന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് സൗദി അറേബ്യയോ മറ്റ് മീഡിയകളോ പുറത്തുവിട്ടിട്ടില്ല. UAEയും ഒമാനും ആദ്യഘട്ടത്തിൽ തന്നെ ഈ കരാറിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞതോടുകൂടി പ്രതിസന്ധി മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. ഒമാനുമായിട്ട് ഇറാന് നല്ല ബന്ധമാണ്. ഹോർമുസിൻ്റെ കടലിൽ പങ്കിടുന്ന രാജ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമാൻ ഈ കരാറിൽ ഒപ്പിടാത്തത് കൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്കത് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പക്ഷേ അവിടെ പ്രശ്നം എന്താ അറിയോ? UAE ഇതിൽ ഒപ്പിട്ടിട്ടില്ല. UAEയും ഇറാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധം അല്ല. അവരിങ്ങനെ ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഉടക്കും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഈ അബുദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഗ്രേറ്റർ അബുദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഇറാനെതിരെ ഒരു അവസരം ഉണ്ടായ സമയത്ത് UAE ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ വലിയ ചർച്ചയാണ്. നമുക്കത് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ദേശീയ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് രാജ്യങ്ങൾക്കും ഇതിൽ അംഗത്വം ചേരാം. അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2018 സമാനമായ രീതിയിലൊരു സംഘം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഓക്കെ, കൗൺസിൽ ഓഫ് അറബ് ആൻഡ് ആഫ്രിക്കൻ സ്റ്റേറ്റ് ബോർഡറിങ് ദി റെഡ് സീ ആൻഡ് ഗൾഫ് ഓഫ് ഏദൻ എന്നാണ് അതിൻ്റെ പേര്. സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ, എരിത്രിയ, യമന്, സുഡാൻ, ജിബൂട്ടി, സോമാലിയ എന്നീ രാജ്യങ്ങളുടെ ഒരു സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികളും ഭീകരവാദികളൊക്കെ ഈ മേഖലയിലൂടെ കപ്പൽ തട്ടിക്കൊണ്ടുപോകുന്ന എണ്ണ പിടിച്ചെടുക്കുന്ന അങ്ങനത്തെ കുറേ വർഷം സോമാലി തീവ്രവാദികളെ കൂടുതലുള്ളത്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നല്ലെങ്കിൽ പോലും പ്രാദേശിക തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു.
ആ രൂപീകരിച്ച ആ സംഘത്തിനേക്കാൾ വിപുലീകരിച്ച ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? ഇറാനെതിരാണ് എന്നുള്ളതാണ്. ഇറാൻ രാജ്യങ്ങൾ ഓരോരോ രാജ്യങ്ങളെയും വിളിച്ച് വളരെ കൃത്യതയോട് നിലപാട് പറഞ്ഞു. നമ്മൾ പറയാറുണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം വെടികൊണ്ട സിംഹമാണ്. അവർക്ക് വെടികൊണ്ടിരിക്കുന്നു. ഇറാൻ ഓൾറെഡി തന്നെ സിംഹമാണ്. അപ്പോൾ ഒരു സിംഹത്തെക്കുറിച്ച് നമ്മൾ നോക്കൂ. നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കാട്ടിലൊക്കെ നമ്മൾ പല ഈ മീഡിയകളൊക്കെ യൂറോപ്യൻ ചാനലിലൊക്കെ ലൈവായ രീതിയിൽ ഈ ഫോറസ്റ്റിൻ്റെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഇവരുടെ ലൈഫ് കൃത്യമായ രീതിയിൽ കാണിക്കാറുണ്ട്. അത് ആഫ്രിക്കൻ കാടുകളിലൊക്കെ ഈ വേട്ടയാടുന്ന സിംഹങ്ങൾ, പുലികൾ, കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സർക്കസ് ഗാലറിയിൽ നിന്ന് കാണുന്ന പോലെയല്ല. സർക്കസ് ഗാലറിയിൽ സിംഹത്തെ ഒരാളിങ്ങനെ ചരടിലൂടെ നിയന്ത്രിച്ചു കൊണ്ടുകൊണ്ട് കാണാൻ പറ്റും. അവർ സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയാണ് ആഫ്രിക്കൻ വനാതിർത്തികളിലുള്ള ഈ സിംഹയും കടുവകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഇര പിടിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അത് ഭയാനകരമാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു മാനൊക്കെ ഇര പിടിക്കാൻ പോയാൽ അതിനെ പിടിച്ചിട്ട് അവരടങ്ങും, അത്രക്ക് പോകും. ഈ കടുവയൊക്കെ ആണെങ്കിലോ മരത്തിന് മുകളിലാണ് കയറുന്നതെങ്കിൽ മരത്തിന് മാന ഏതായാലും കയറൂല. എനിക്ക് വല്ല കാരണവശാലോ ജീവൻ അപായത്തിൽ കയറുകയാണെങ്കിൽ അതിൻ്റെ മേലെ കയറും. അതാണ് സ്ഥിതി. അതായത് ഏറ്റവും വലിയ ക്രൂര മൃഗങ്ങളാണ് കടുവയും സിംഹം എന്നൊക്കെ പറയുന്നത്. ആ സിംഹം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനൊരു വെടിയും കൂടി ഏറ്റാലോ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? അവർക്ക് തന്നെ അറിയില്ല. ഇറാന് വെടിയേറ്റിരിക്കുന്നു. ഇറാൻ്റെ ഹൃദയത്തിൽ തറച്ച വെടിയാണ് ആയത്തുള്ള അലി ഖംനായുടെ മരണം. അത് അവർക്കങ്ങനെ മാഞ്ഞു പോകുന്നില്ല. അവരൊരു പ്രവാചക വംശ പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമാണ് എന്നവർ വിശ്വസിക്കുന്നു. ഒരു ആത്മീയ പരിവേഷം അതിനുണ്ട്. അതാണ് അവരുടെ അടിസ്ഥാന മൂല്യം. അത് ഷിയ വിഭാഗം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മാത്രമാണോ, ഇറാനിൽ മാത്രമാണോ? അല്ല, ലോകാടിസ്ഥാനത്തിലുള്ള ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവാണ് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ട് വരുന്നത്. അത് ഒരു കാലത്ത് ഖൊമേനി ആയിരുന്നു, പിന്നീട് ഖംനായി ആയി, ഇപ്പോൾ മുജ്തബ അലി ഖംനായി ആണ്. അവരുടെ ഏറ്റവും വലിയ നേതാവ് എല്ലാ കാലത്തും അങ്ങനത്തെയാണ്. ഈ സുന്നികൾ എന്ന് പറയുന്നത്, സുന്നികൾക്ക് പ്രത്യേകമായി ലോകാടിസ്ഥാനത്തിൽ ഒരു നേതൃത്വം ഇല്ല. സുന്നികൾക്ക് പ്രത്യേകമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രമില്ല. സുന്നികൾക്ക് പ്രത്യേകമായ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ ഒരു രാജ്യവുമില്ല. ഓക്കെ. എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനത്തിൽ അവർക്കൊരു രാഷ്ട്രമുണ്ട്, അത് ഇറാനാണ്. ലോകാടിസ്ഥാനത്തിൽ അവർക്ക് നേതാവുണ്ട്, അത് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കും. ലോകാടിസ്ഥാനത്തിൽ ഒരു നിയമാവലികളൊക്കെ ഈ വിളംബരം ചെയ്യുന്ന നേതാവ് കൂടിയാണ് ആത്മീയ നേതാവ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജോൺ പോൾ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും വലിയ ആളാണ്. ചില നിലപാടുകളൊക്കെ പറയേണ്ടത് അവരാണ്. സമാനമല്ലെങ്കിൽ പോലും ഏറെക്കുറെ അതിന് തുലനം ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ നേതാവ്. അപ്പോൾ അവർ പോകാമെന്ന് പറയുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കുന്നതിനപ്പുറമാണ്. ലോകാടിസ്ഥാനത്തിൽ ഈ ഷിയാക്കൾ വേഷം, സ്ത്രീകളുടെ വേഷമൊക്കെ ശ്രദ്ധിച്ചാൽ അവർ ബുർഗ, അതായത് മേലെ ഈ ഒരു ഷർട്ട്, അടിഭാഗത്ത് പാവാട മോഡലുള്ള ആ ഒരു സംവിധാനമാണ്. വെളുത്ത കളറിൽ, വെളുത്ത ശീലയിൽ ഈ ചെറിയ പുള്ളികളുള്ളതാണ് അവർ സാധാരണഗതിയിൽ ധരിക്കാറുള്ളത്. ലോകത്ത് മുഴുവൻ ഷിയാക്കൾ ഒരേ വേഷത്തിലാണ് ഉണ്ട്. ആണുങ്ങളാണെങ്കിൽ പൈജാമയും ചുപ്പി അങ്ങനെയാണ് ധരിക്കാറുള്ളത്. കൂടുതൽ ആൾക്കാരും തൊപ്പിയും ധരിക്കും. സുന്നികൾക്ക് അങ്ങനെ പ്രത്യേക വേഷമുണ്ടോ? ഇല്ല, അവരെല്ലാ വേഷവും ധരിക്കും. അപ്പോൾ വേഷത്തിലും രൂപത്തിലും നിലപാടിലും വിശ്വാസത്തിലും ആചാരത്തിലും കർമ്മത്തിലും അവർക്കൊരു ഏകോപനമുണ്ട്. ആ ഏകോപനം എല്ലാം നമ്മുടെ ഈ സുന്യാശവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തുല്യമാണോ? അത് മറ്റൊരു വിഷയം, അതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈ സംവിധാനത്തെയാണ് അമേരിക്ക തകർത്തത്. അത് മണ്ടത്തരായിപ്പോയി എന്നുള്ള കാര്യത്തിൽ സംശയമല്ല, നമുക്കത് അറിയാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എങ്ങനെയാണ്? ഈ വിഭാഗത്തെ അപ്പാടെ ഇറാൻ ഭീഷണിപ്പെടുത്തി. അതോടുകൂടി സൈനിക സംവിധാനത്തിൽ നിന്ന് അവർ മാറി നിന്നു. ചെങ്കടലിൽ സൗദി അറേബ്യ ഒറ്റപ്പെട്ടു. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ മൾട്ടിനാഷണൽ ഡിഫൻസ് കൊലീഷൻ മാറിയിട്ടുണ്ട് എന്ന് ചുരുക്കം.